റവ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. അതിലോട്ട് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വറുത്ത റവയാണ്. ഇതിനി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് അരിച്ചെടുക്കണം. നമുക്ക് 1.5 കപ്പ് മാവാണ് വേണ്ടത്. അപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്ന് വറുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. മാക്സിമം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. എന്നാലും ചെറിയൊരു തരി ഉണ്ടാവും. അത് മാറാനായിട്ടാണ് നമ്മൾ ഒരു അരിപ്പയിലിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ചേർക്കുന്ന റവയുടെ ക്വാണ്ടിറ്റി ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അരിച്ചു കഴിഞ്ഞു. റവ പൊടിച്ച് അരിച്ച മാവ് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും കൊക്കോ പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് മൈദയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ മൈദപ്പൊടി 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, മധുരമില്ലാത്തത്. ഇനി സ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ചേർത്തത് ഇപ്പോൾ 1.5 കപ്പ് റവപ്പൊടി, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ. നല്ലപോലെ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ലപോലെ. ഇപ്പോൾ ഈ കളർ നല്ല ഈവൻ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കാനുള്ളത്. അതിന് മുന്നേ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം. നമുക്ക് പൊടിച്ച പഞ്ചസാര ഇതിലോട്ട് ആവശ്യമാണ്. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ്. ഒരു ഫ്ലേവർ ഇല്ലാത്ത എണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടോ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എണ്ണ ഒട്ടും ഇത് വേർതിരിഞ്ഞ് കിടക്കരുത്. നല്ലപോലെ രണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി എടുക്കുക. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പോൾ എണ്ണയും തൈരും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ആദ്യം 1 കപ്പിൽ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ അലിയും വരയ്ക്കും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ വാനില എസൻസ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വാനില ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് പാൽ നിങ്ങൾ റെഡിയാക്കി വെക്കാം. അതിലോട്ട് 1/2 കപ്പ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിച്ചു വെച്ച മാവ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മാവ് തിക്കാവും തോറും നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി നോക്കിയിട്ട് ഞാൻ പറയാം എത്ര പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന്. ഇതുപോലെ മാവ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.25 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്ത് ബാറ്റർ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ എത്തിവെക്കാം. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിവെക്കുക. മധുരം നോക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടി കൂടെ ചേർത്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് ബേക്കിംഗ് ട്രേ റെഡിയാക്കാം. അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ തടവിയ ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. സൈഡിലും എണ്ണ തേക്കുമ്പോൾ സൈഡിലും താഴെയൊക്കെ തേച്ച് കൊടുക്കാം. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യുക. ഞാനിവിടെ 7 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൻ്റെ ഗ്യാസ്കറ്റും മുകളിലത്തെ വിസിലും ഒക്കെ മാറ്റണം. മാറ്റിയ ശേഷം വെറുതെ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഹൈ ഹീറ്റിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നോക്കാം. അതിലോട്ട് ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. ബാറ്റർ തിക്കായത് കാരണം ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാൽ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ നമ്മൾ മുകളിൽ നിന്ന് ഒഴിക്കുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ആവാതെ റിബൺ പോലെ കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഇതുപോലെ ആയിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങളുടെ ബ്രേക്കായി പോകുന്നുണ്ട്, തിക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീ ഹീറ്റായ കുക്കറിലോട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഉപ്പ് ചേർക്കാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുക്കാം. അതിലാണ് ഞാൻ ഒരു
ബേക്ക് ചെയ്യുന്ന ട്രേ വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് മിഡിൽ പോർഷൻ ആയിരിക്കണം, സൈഡിൽ ടച്ച് ആവാതെ രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് പൊടിയുപ്പ് താഴെ ഒരു ലെയർ ഇട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത വീറ്റ് കേക്കിലും വാനില കേക്കിലും ഒക്കെ പൊടിയുപ്പിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിതൊരു 50 മിനിറ്റാണ് ബേക്കിംഗ് ടൈം വേണ്ടി വന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കുക. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങളുടെ കേക്കിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടും ടൈമിൽ വ്യത്യാസം വരാം. ഇനി ഞാനൊരു പപ്പടത്തിൻ്റെ കമ്പി വെച്ചിട്ട് മിഡിൽ പോർഷനിൽ കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൽ നിന്ന് എടുത്ത് ചൂട് മാറാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം ഒരു കത്തി കൊണ്ട് സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് മെല്ലെ അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച ശേഷം ഒന്ന് നിവർത്തി കൊടുക്കുക. ഒന്ന് തട്ടിയെടുത്താൽ ഇതുപോലെ കേക്ക് വരും. ഇനി ഇത് നിങ്ങൾക്ക് തിരിച്ചു വെക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച ശേഷം മാത്രമേ മറിച്ചെടുക്കാൻ പാടുള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയായി. ഇത് റവ ഉണ്ടാണെന്ന് റവയുടെ ഒരു ടേസ്റ്റും ഈ കേക്കിന് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.